ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിജിറ്റൽ FMV നമ്മുടെ ഫോണിൽ തന്നെ എങ്ങനെ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. നമ്മുടെ വസ്തുവിൻ്റെ ഡിജിറ്റൽ FMV. ഇപ്പോൾ ചില പഞ്ചായത്തുകൾ ഡിജിറ്റൽ സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചില പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ വസ്തു ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് തന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ചിലപ്പോൾ ചില ലാൻഡ് ഓണേഴ്സിന് ഇപ്പം നമ്മുടെ കരന്തീരുവേക്കാളും നമ്മുടെ ഏരിയ ഡിജിറ്റൽ സർവേ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കരം അടയ്ക്കുന്നതിനേക്കാളും കുറച്ച് ഭൂമിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ വഴിക്ക് വേണ്ടിയിട്ടോ അങ്ങനെ വിട്ടുകൊടുത്തിട്ടുള്ള ലാൻഡ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു ഏരിയ കുറഞ്ഞിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സർവേക്ക് വന്ന ടൈമിൽ നമ്മുടെ ലാൻഡിൽ നമ്മളില്ലായിരിക്കാം, നമ്മൾ കറക്റ്റായിട്ടുള്ള അതിരുകൾ നമ്മൾ പോയി നിന്നല്ലായിരിക്കാം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ലാൻഡ് കരന്തീരുവേക്കാളും കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ എൻ്റെ ഭൂമി എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ തന്നെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ റൈറ്റ് സൈഡിൽ. ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സിറ്റിസൺ ലോഗിൻ ഉണ്ടാവും. സിറ്റിസൺ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വിൻഡോയിൽ കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ കൊടുക്കുമ്പോൾ ഒരു OTP വരും. ആ OTP വെരിഫൈ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അടുത്തൊരു പേജിലോട്ട് നമ്മൾ കണക്റ്റ് ആവും. അവിടെ നിന്നതിന് ശേഷം നമ്മൾ ഭൂരേഖകൾ കാണുന്നതിന് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. കഴിഞ്ഞിട്ട് മാപ്പ് ഉപയോഗിച്ച് പാഴ്സൽ തിരയുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു മാപ്പ് കുറച്ച് സമയം എടുക്കും, അത് ലോഡായി വരും. ലോഡായി വരുമ്പോൾ നമ്മൾ അവിടെ താഴെ ഒരു ലൊക്കേഷൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് അമർത്തുന്ന ടൈമിൽ കുറച്ച് ടൈം എടുക്കും ഇത് പ്രോസസ്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ ലൊക്കേഷൻ കാണിച്ചു തരും. ആ ലൊക്കേഷൻ ലോഡായി വരാൻ വേണ്ടി ടൈം എടുക്കും. അപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും മാപ്പ്. ആ മാപ്പ് ലോഡായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിനി ഏത് നമ്മുടെ പാഴ്സലാണോ തിരയാനുള്ളത് ആ പാഴ്സലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നിങ്ങളുടെ പേര് മാസ്ക് ചെയ്തേക്കും, പേരുകളെല്ലാം. അപ്പോൾ പേര്, അതുപോലെ തന്നെ കരന്തീരുവ പ്രകാരം നിങ്ങൾക്ക് എത്രയാണ് ലാൻഡ് ഉള്ളത്, അതുപോലെ തന്നെ ഇപ്പം ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ എത്ര ലാൻഡാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ